ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എന്തൊക്കെ സ്കില്ല് വേണം ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം മിക്കവരും പറയുന്നത് അവർക്ക് മാർക്കറ്റിങ്ങിൻ്റെ സ്കില്ലൊന്നും ഇല്ല, അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ ചോദിക്കുന്നത് സെയിൽസ് ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ്, നിങ്ങൾക്ക് ഈ സ്കില്ലില്ലെങ്കിലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സ്കില്ല് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ട്രെയിനിങ് സൈറ്റിൻ്റെ അകത്ത് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് നോക്കി തന്നെ നമുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം എനിക്കും ഈ ഒരു സ്കില്ലും ഇല്ലായിരുന്നു ഞാൻ തുടങ്ങിയ ടൈമിൽ. നമുക്ക് പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ട്, പിന്നെ നേഴ്സുമാർ, പിന്നെ ഹോം മേക്കേഴ്സ്, അതുപോലെ തന്നെ ഞാൻ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പല ആൾക്കാരുകളും ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മാർക്കറ്റിങ്ങിൽ 0 എക്സ്പീരിയൻസ് ആയിരുന്നു. സെയിൽസിനും ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ തുടങ്ങിയ ടൈമിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോ ഇടാനും ഓരോ പോസ്റ്റ് ഇടാനും ഒക്കെ ശരിക്കും പറയാൻ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ നമുക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിങ്നെസ് ടു ലേൺ. എന്തെങ്കിലും നല്ല രീതിയിൽ അത് പഠിച്ചെടുത്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. എനിക്കും അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരു സ്കില്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. നമുക്കിത് പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്കത് നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഏത് സ്കില്ലാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇപ്പം ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് അവരെ നോക്കിയിട്ട് അവർ നല്ല രീതിയിൽ കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ നമുക്കറിയത്തില്ല എന്നുള്ളൊരു മനോഭാവത്തോടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കില്ല് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ അപ്പം അവർ നമ്മളെ ഗൈഡ് ചെയ്ത് തരും ഓരോ കാര്യങ്ങളും. അപ്പം നമ്മുടെ കൂടെ തന്നെ അവരിരുന്നിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തന്നെ അത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും നമുക്കൊരു മെൻറ്ററും ഒരു കോച്ചും ഉണ്ട്. അപ്പം ഈ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണെങ്കിലും ഗൈഡ് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്. അപ്പം നമുക്കത് ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴത്തേനും നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓരോ സ്കില്ലും നമുക്ക് ഇതിനകത്ത് അവരത് ട്രെയിൻ ചെയ്ത് നമുക്ക് തരും. അപ്പം നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം എടുക്കണം. എടുത്താലേ ഉള്ളൂ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ആൾക്കാരെ ട്രെയിൻ നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാജുവലി ഓരോ കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ നമുക്കത് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ബിസിനസ് ജേർണിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഒരു മെൻറ്ററായിട്ട്. അപ്പം ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് ഗൈഡ് ചെയ്ത് തരികയും ചെയ്യാം. നിങ്ങളുള്ള ഡൗട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മനസ്സിൽ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി